ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്താണ്. മറൈൻ ഡ്രൈവിൽ നിന്നും വൈപ്പിനിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടുന്നാണ് വൈപ്പിനിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇവിടുന്ന് 4 പാലങ്ങൾ കയറണം. ഗ്രോസറി പാലമുണ്ട്. അങ്ങനെ 3-4 പാലങ്ങൾ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ വൈപ്പിനിലെത്തുന്നത്. സോ അതിൻ്റെ ഒരു ദൃശ്യ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഭാഗത്തോടുള്ള നൈറ്റ് വ്യൂ വളരെ ബ്യൂട്ടിഫുള്ളാണ്. വളരെ നമ്മുടെ രാത്രി കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. വലിയ ട്രാഫിക്കില്ല ഈ സമയമായതുകൊണ്ട്. തുടർന്നും വീഡിയോ എല്ലാവരും കാണുക. 1ാമത്തെ പാലം കയറി ഞാൻ ഇപ്പുറത്ത് വന്നു. ഇവിടെ നിന്നുള്ള വളരെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഇതിൻ്റെ ബ്യൂട്ടി വളരെ വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭംഗിയാണ് ഇവിടെ ഉള്ളത്. സോ എല്ലാവരും വൈപ്പിനിൽ വരണം. വൈപ്പിൻ ഈസ് ആൻ ഐലൻഡ്. 25-26 കിലോമീറ്ററുള്ള ഒരു ദ്വീപാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള മോസ്റ്റ് പോപ്പുലേറ്റഡ് പ്ലേസ് ഐലൻഡ് ആണ് വൈപ്പിൻ. അതിന് മുമ്പുള്ള ചില കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയാണ്. ഇവിടെ ബോട്ടിങ്ങൊക്കെ നമുക്ക് കാണാം. നോക്കിയാൽ മതി. നൈറ്റിലും ബോട്ടിംഗ് ഉണ്ട്. ദൂരെ കാണിക്കാം. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം. വീട്ടിൽ തന്നെ ഇരിക്കാതെ, ഒരേ സാഹചര്യത്തിൽ തന്നെ ഇരിക്കാതെ. ഞാൻ എന്നും പറയുന്ന പോലെ ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാവത്തില്ല. പകൽ സമയമൊക്കെ വളരെ ചൂടാണ്, പക്ഷേ എങ്കിലും രാത്രി ഈ സമയത്ത് ചൂട് നന്നേ കുറവുണ്ട്. അങ്ങനെ വൈപ്പിലോട്ടുള്ള യാത്രയിലാണ്. 1ാം പാലം ഇതിൽ നിന്നുള്ള വ്യൂ ആണിത്. തുടർന്നും 2ാം പാലത്തിലോട്ട് കയറുമ്പോഴുള്ള വീഡിയോയും കാണിക്കാം. എല്ലാവരും കാണണം. സോ ഇതാണ് 2ാമത്തെ പാലം. 2ാം പാലത്തിലോട്ട് കയറുകയാണ്. ഞാൻ 2 വീലറിലായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഓരോ പാലം, ഓരോ ബ്രിഡ്ജും അതിൻ്റെ ചുറ്റുപാടുമുള്ള ചില സീൻസാണ് കാണിക്കുന്നത്. വല്ലാർപാടത്തോട് കയറുവാണ്. നമ്മുടെ ടെർമിനലുണ്ടല്ലോ. 2ാം പാലത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ യു ക്യാൻ സീ ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ സെൻറ്റർ. അതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ സൂം ചെയ്തെടുക്കാം. ഇത് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ സെൻറ്ററാണ്. ഗായ്സ്, എന്ത് ചെയ്യാം ഗായ്സ്, സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം പോയിരിക്കുകയാണ്. ബ്രിഡ്ജിലെ പവർ സപ്ലൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്രിഡ്ജിലാണ് ഞാനുള്ളത്. ഇവിടെ പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാലും ഈ രാത്രി കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ പകലത്തെ ചൂടെല്ലാം മാറി വൈകിട്ട് വളരെ നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. വളരെ മനോഹരമാണ്. പകലും രാത്രിയിലും അതിൻ്റെ ഭംഗി. ഓക്കെ, തുടർന്നുള്ള യാത്രയിൽ ആരും പോകില്ല. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. തുടർന്ന് കാണുക. അടുത്ത പാലത്തിലോട്ട് കയറിയിട്ട് ഞാൻ അടുത്ത ഭാഗങ്ങളിടുന്നതായിരിക്കും. സോ പ്ലീസ് കണ്ടിന്യൂ ടു വാച്ച്. താങ്ക് യു. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടെയ്നേഴ്സാണ്. അവിടെ നമുക്ക് എൻട്രി ഇല്ല. ടെർമിനലാണല്ലോ, അവിടുന്ന് കണ്ടെയ്നേഴ്സ്
ഷിപ്പിൽ കണ്ടെയ്നറുകളൊക്കെ വന്ന് ഇറങ്ങുന്നത്. മൂന്നാമത്തെ പാലമാണ് കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. മൂന്നാമത്തെ പാലത്തിലോട്ടാണ് പ്രവേശിക്കുന്നത്. വളരെ ഭംഗിയാണ്. ആ പാലം കയറിക്കഴിഞ്ഞ് ഒരു പാലം കൂടെ കഴിഞ്ഞാൽ വൈപ്പിൻ ഐലൻഡിലേക്കുള്ള പ്രവേശനമാണ്. സോ തുറന്നും കാണുക. താങ്ക് യു. അങ്ങനെ നാലാമത്തെ പാലത്തോട്ട് നമ്മൾ കയറുകയാണ്. ഈ നാലാമത്തെ പാലം കയറുന്നതിൻ്റെ അങ്ങേയറ്റമാണ് വൈപ്പിൻ ഐലൻഡ്. ഞാൻ 2 വീലർ ആയതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി സൈഡിൽ സേഫായിട്ട് മാറ്റി വെച്ചെടുത്തിട്ട് വേണം. ആ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി. വളരെ ബ്യൂട്ടിഫുള്ളാണ്. വൈപ്പിൻ അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുന്നത്. റൈറ്റ് സൈഡ് കാണുന്നതാണ് വൈപ്പിനിൽ നിന്ന് റോറോ സർവീസ് ജങ്കാർ കയറിയാൽ നമുക്ക് റോറോ സർവീസ് എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. വൈപ്പിൽ നിന്നും വാട്ടർ മെട്രോ ഉണ്ട്. നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കൊച്ചിയിലാണ്. സോ അതിന് ഗവൺമെൻറ് ഓഫ് കേരളയെ അഭിനന്ദിക്കുന്നു. അതിന് പിന്നിൽ കൊച്ചിൻ കോർപ്പറേഷനെ അഭിനന്ദിക്കുന്നു. വലിയൊരു സംഭവമാണ്, വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല സൗകര്യങ്ങളുണ്ട് ഇതുവഴി ഫോർട്ട് കൊച്ചിക്ക് പോകുവാൻ വേണ്ടി. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അവിടെ പല അട്രാക്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പാത്ത് വേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. രാത്രിയിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ ഭംഗിയാണിത് കാണാൻ. ഈ കാണുന്നത് വല്ലാർപാടം ടെർമിനലാണ്. അവിടെ നമുക്ക് എൻട്രി ഇല്ല. സോ ദ നൈറ്റ് വ്യൂ ഈസ് സോ എക്സലൻറ്റ്. ആരും പോകരുത്. തുടർന്ന് ഞാൻ വൈപ്പിൻകരയിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. അങ്ങനെ ഈ പാലം കയറി വൈപ്പിൻകരയിലോട്ടുള്ള എൻട്രിയാണിത്. ഇവിടെയാണ്. ഇത് ഹാർബറാണ്. 3 ഹാർബറുണ്ട് വൈപ്പിനിൽ. അതിൽ ഫസ്റ്റ് ഹാർബറാണ്. ഇവിടെ ചില ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. നാളെ പോകുവാനുള്ള തയ്യാറെടുപ്പായിരിക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് വൈപ്പിൻ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ 4 പാലങ്ങൾ കയറിയാൽ, നേരത്തെ ഈ ബ്രിഡ്ജുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. വൈപ്പിനിലെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് എറണാകുളത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ 4 പാലങ്ങൾ വന്നപ്പോൾ പട്ടണവുമായി വൈപ്പിൻകരയ്ക്ക് ഒരു ബന്ധം ഉണ്ടാവുകയും അപ്പോൾ വളരെയധികം ആൾക്കാർ എറണാകുളത്ത് പോവുകയും ജോലി കണ്ടെത്തുകയും ചെയ്യാനും ഒക്കെ സാധിച്ചു. വളരെ ബ്യൂട്ടിഫുള്ളാണ്. പകൽ കുറച്ചുകൂടെ ഭംഗിയാണ്. പകൽ എല്ലാവരും വരേണ്ട സ്ഥലമാണ്. I personally request all to come here and visit this place, enjoy the beauty of this island. വീണ്ടും ഓർപ്പിക്കാം, വൈപ്പിൻകര ഏഷ്യയിലെ ഏറ്റവും അധികം മനുഷ്യ പാർപ്പുള്ള ജനസാന്ദ്രതയുള്ള ദ്വീപാണ്. ഐലൻഡ്. ഇറ്റ്സ് ആൻ ഐലൻഡ്. ഇതൊരു പ്രളയത്തിന് ശേഷം ഉയർന്നു വന്ന സ്ഥലമാണെന്നാണ് ഇവിടുത്തെ പിതാക്കന്മാർ പറയുന്നത്. അവരിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഈ സൈഡ് മൊത്തം ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുക. നമ്മുടെ 2018 പ്രളയം വന്ന സമയത്തൊക്കെ നമുക്കറിയാം, കൊല്ലത്തുനിന്നും എൻ്റെ സ്വദേശം റാന്നിയാണല്ലോ, അവിടെ ചെങ്ങന്നൂർ ഭാഗത്തുമൊക്കെ ഒരുപാട് ബോട്ടുകൾ വന്നു. നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യബന്ധനത്തിൽ പോകുന്ന പ്രിയപ്പെട്ടവരാണല്ലോ കടലിൻ്റെ മക്കൾ വന്നാണ് നമ്മളെല്ലാം അന്ന് രക്ഷപ്പെടുത്തിയത്. അവരോടുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ബോട്ടൊക്കെ വളരെയധികം കോസ്റ്റ്ലിയാണ്. മത്സ്യബന്ധനത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ വന്ന് പലരുന്നത് അറിയാനായിട്ട് സാധിച്ചു. എനിവേ, നല്ല സ്ഥലമാണ്, വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെക്കേഷൻ ടൈമിൽ എല്ലാവരും വൈപ്പിന് വരിക. അപ്പോൾ ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ.
എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു എന്ന് സ്വന്തം പ്രേം ടി എബ്രഹാം സൈനിങ് ഓഫ്. ഇതുവരെയും വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഓക്കെ, താങ്ക് യു.